ഓക്കെ, അപ്പൊ എന്താണ് ഇതിന്റെ പ്രത്യേകത, എന്താണ് പ്രത്യേകതകൾ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഒന്നുകൂടെ സോർട്ട് ചെയ്ത് പറയാം. ഹായ് ഓൾ, എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. സയൻസ് ആൻഡ് ടെക്നോളജി നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാംസിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലേ. അപ്പൊ നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമിനാണെങ്കിൽ നമ്മുടെ സിലബസിനകത്ത് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴെ എന്താണ് കറണ്ട് അഫയേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് ഓരോ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നമ്മുടെ ഡിഗ്രിയുടെ സിലബസിൽ കാണുന്നത്. അതുപോലെ തന്നെ താഴേക്കുള്ള 10th ലെവൽ കണക്കുള്ള എക്സാംസിന് എന്താണ് കറണ്ട് അഫയേഴ്സ് സെപ്പറേറ്റ് ഒരു മാർക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഏറ്റവും ഹയസ്റ്റ് സ്കോർ കറണ്ട് അഫയേഴ്സിനാണ് ഇപ്പൊ PSC കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് അത്രയും എന്താണ് സീരിയസ് ആയിട്ട് തന്നെ പഠിക്കണം. അപ്പൊ നമുക്ക് എന്താണ് സയൻസ് ആൻഡ് ടെക്നോളജിക്കകത്ത് വരുന്ന എന്താണ് ഈ പറയുന്ന മിഷൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അടുത്തിടെ എന്ത് വിക്ഷേപിച്ചു? റൂമി 1 എന്ന് പറയുന്ന ഒരു റോക്കറ്റ് വിക്ഷേപിച്ചു. എന്താണ് ഇതിന്റെ പ്രത്യേകത? റൂമി 1 എന്തുകൊണ്ടാണ് ഈ റൂമി 1 ഇത്രയധികം ന്യൂസ് പ്രാധാന്യം നേടിയത്? എന്താണ് പുനരുപയോഗിക്കാവുന്ന ആദ്യത്തെ ഹൈബ്രിഡ് റോക്കറ്റ് ആണ് റൂമി 1 എന്ന് പറയുന്നത്. എന്താണ് പുനരുപയോഗിക്കാവുന്ന ആദ്യത്തെ ഹൈബ്രിഡ് റോക്കറ്റ്. മാർട്ടിൻ ഗ്രൂപ്പുമായി സഹകരിച്ച് നമ്മുടെ തമിഴ്നാട് ആസ്ഥാനമായിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് എന്താണ് സ്പേസ് സോൺ ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് ആണ് റൂമി 1 എന്ന് പറയുന്ന ഈ ഒരു റോക്കറ്റിനെ വിക്ഷേപിച്ചത്. എന്താണ് ഇതിന്റെ ലക്ഷ്യം? ആഗോളതാപനത്തെ പറ്റി, കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റിയൊക്കെ പഠിക്കാൻ വേണ്ടിയാണ് റൂമി 1 എന്ന് പറയുന്ന ഈ ഒരു റോക്കറ്റിനെ വിക്ഷേപിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എവിടെ നിന്നാണ് വിക്ഷേപിച്ചത് എന്നൊരു ചോദ്യം വരത്തില്ലേ? എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? അപ്പൊ തമിഴ്നാട്ടിലെ ഒരു സ്റ്റാർട്ടപ്പ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ എവിടെ നിന്നാണ്? നമ്മുടെ ചെന്നൈയിലെ തിരുവിതന്തയിലെ ഈസ്റ്റ് കോസ്റ്റ് റോഡ് ബീച്ചിലെ മൊബൈൽ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഇതിനെ വിക്ഷേപിച്ചത്. അപ്പൊ നമ്മുടെ സാധാരണ വിക്ഷേപണങ്ങൾ, നമ്മുടെ ഇന്ത്യയിലെ വിക്ഷേപണങ്ങളെല്ലാം നമ്മുടെ ISROയുടെ ശ്രീഹരിക്കോട്ട സ്പേസ് സെന്ററിൽ നിന്നാണ് വരുന്നത്. പക്ഷെ റൂമി 1 വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? അത് തമിഴ്നാട് സ്റ്റാർട്ടപ്പാണ്, അതായത് ഒരു സ്വകാര്യ കമ്പനിയാണ്. അപ്പൊ അവരെവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? അവർ ഈ ISROയുടെ ഈ ഒരു പ്ലാറ്റ്ഫോം അല്ല യൂസ് ചെയ്തത്. ചെന്നൈയിലെ തിരുവനന്തപുരയിലെ എന്താണ് ഈസ്റ്റ് കോസ്റ്റ് റോഡ് ബീച്ചിൽ നിന്നാണ് ഈ ഒരു റോക്കറ്റിനെ വിക്ഷേപിച്ചത്. 3 ക്യൂബ് ഉപഗ്രഹങ്ങളും 50 പൈക്കോ ഉപഗ്രഹങ്ങളും ഇത് വഹിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ എത്രയാണ്? 3 ക്യൂബ് ഉപഗ്രഹങ്ങളും 50 പൈക്കോ ഉപഗ്രഹങ്ങൾ. പൈക്കോയുടെ സൈസ് അറിയില്ലോ, സൈസ് വെച്ചിട്ടാണ് പറയുന്നത്. 50 പൈക്കോ സൈസിലുള്ള ഉപഗ്രഹങ്ങളും ഇത് വഹിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ ഹൈഡ്രോളിക് മൊബൈൽ വിക്ഷേപണ സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു റോക്കറ്റിനെ ഭ്രമണപഥത്തിൽ എത്തിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ ഹൈഡ്രോളിക് മൊബൈൽ വിക്ഷേപണ സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ഈ പറയുന്ന റോക്കറ്റിനെ ഉപഭ്രമണ പഥത്തിൽ വിക്ഷേപിച്ചത്. ഓക്കെ, അപ്പൊ വിവിധ സ്ഥലങ്ങളിൽ നിന്നും 0 മുതൽ 120 ഡിഗ്രി വരെ വ്യത്യസ്ത കോണുകളിൽ വഴക്കമുള്ളതും അനുയോജ്യമായ വീക്ഷണ പ്രവർത്തനങ്ങൾ ഈ പറയുന്ന ഈ റോക്കറ്റ് സാധ്യമാക്കുന്നുണ്ട്. അതായത് 0 ഡിഗ്രി തൊട്ട് 120 ഡിഗ്രി വരെയുള്ള കോണളവിൽ ഇതിന് നിരീക്ഷിക്കാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? അടുത്ത നമ്മുടെ പാരിസ്ഥിതിക ചലനാത്മകത നന്നായി മനസ്സിലാക്കുന്നതിന് ആക്സിലറോമീറ്റർ റീഡിങ്ങുകളും ഉയരം, ഓസോൺ അളവ് എന്നിവ ഉൾപ്പെടെ വിവിധ അന്തരീക്ഷ ഘടകങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ 50 പൈക്കോ ഉപഗ്രഹങ്ങളെയും വിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന റൂമി 1 എന്തുണ്ട്? നമ്മുടെ പരിസ്ഥിതിയെ പറ്റി അറിയാനുള്ള സംഭവങ്ങളുണ്ട്. പരിസ്ഥിതിയുടെ ചലനാത്മകത മനസ്സിലാക്കാൻ വേണ്ടി ആക്സിലറോമീറ്റർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആക്സിലറോമീറ്റർ റീഡിംഗ് വെച്ചിട്ട് പരിസ്ഥിതിയുടെ ചലനാത്മകത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഉയരം, ഓസോൺ ഇതിന്റെയൊക്കെ അളവ് കണ്ടെത്താനായിട്ട് ഇതിനകത്ത് പൈക്കോ ഉപഗ്രഹങ്ങളെയും വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി കോസ്മിക് റേഡിയേഷൻ തീവ്രത, UV വികിരണ തീവ്രത, വായുവിന്റെ ഗുണനിലവാരം എന്നിവ ഉൾപ്പെടെയുള്ള അന്തരീക്ഷ അവസ്ഥകളെ കുറിച്ചും വിവരങ്ങൾ നിരീക്ഷിക്കുന്നതിനും ശേഖരിക്കുന്നതിനുമാണ് നമ്മൾ എന്തിനെ കയറ്റിവിട്ടേക്കുന്നത്? നമ്മൾ പറഞ്ഞില്ല അതിനകത്ത് ക്യൂബ് ഉപഗ്രഹങ്ങളുണ്ടെന്ന്. ഈ ക്യൂബ് ഉപഗ്രഹങ്ങൾ എന്താ ചെയ്യുന്നത്? ഈ പറയുന്ന കോസ്മിക് റേഡിയേഷനെ പറ്റിയും UV വികിരണത്തെ പറ്റിയും വായുവിന്റെ ഗുണനിലവാരത്തെ പറ്റിയൊക്കെ അതിനെപ്പറ്റി പഠിച്ച് വിവരം കൊടുക്കാനാണ് ക്യൂബ് ഉപഗ്രഹങ്ങൾ അതിനകത്ത് കയറ്റിവിട്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി വൈബ്രേഷനുകൾ, ആക്സിലറോമീറ്റർ റീഡിംഗ്, ഉയരം, ഓസോൺ അളവ്, വിഷപദാർത്ഥങ്ങൾ തുടങ്ങിയ പാരിസ്ഥിതിക ഘടകങ്ങളെ വിശകലനം ചെയ്യുന്നതിനായിട്ട് പൈക്കോ സാറ്റലൈറ്റ്സ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ക്യൂബ് ഉപഗ്രഹങ്ങൾ മാത്രമല്ല, അതിനകത്ത് എന്തുകൊണ്ട്
പൈക്കോ ഉപഗ്രഹങ്ങളുണ്ട്. അത് എന്ത് ചെയ്യുന്നുണ്ട്? വൈബ്രേഷനുകളും ആക്സിലറോമീറ്റർ റീഡിങ്ങുകളും ഉയരവും ഓസോൺ അളവും വിഷപദാർത്ഥങ്ങളും ഒക്കെ എന്താണ് പാരിസ്ഥിതിക ഘടകങ്ങൾ, ഇതേ കണക്കുള്ള പാരിസ്ഥിതിക ഘടകങ്ങളെ വിശകലനം ചെയ്യാനായിട്ടാണ് പൈക്കോ സാറ്റലൈറ്റ്സ്. അപ്പൊ നമ്മൾ ക്യൂബിന്റെ കാര്യം എന്താ പറഞ്ഞ, ക്യൂബ് ഉപഗ്രഹങ്ങൾ എന്തിനാണ്? ഈ പറയുന്ന കോസ്മിക് റേഡിയേഷൻ, UV കിരണം, വായുവിന്റെ ഗുണനിലവാരം, ഇങ്ങനെയുള്ള അന്തരീക്ഷ അവസ്ഥകളെ പറ്റി പഠിക്കാനാണ് ക്യൂബ് ഉപഗ്രഹങ്ങളുടെ ചുമതല. ഓക്കെ അല്ലേ? എന്നാൽ പൈക്കോ ഉപഗ്രഹങ്ങളുടെ ചുമതല എന്താണ്? വൈബ്രേഷനുകൾ, ആക്സിലറോമീറ്റർ റീഡിങ്ങുകൾ, ഉയരം, ഓസോൺ, വിഷപദാർത്ഥങ്ങളുടെ അളവ്, ഇതൊക്കെ എന്താണ് നിരീക്ഷിക്കാനായിട്ടാണ്, അല്ലെങ്കിൽ അതൊക്കെ വിശകലനം ചെയ്യാനായിട്ടാണ് പൈക്കോ സാറ്റലൈറ്റ്സിനെ റൂമിക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ എന്താണ് ഇതിന്റെ പ്രത്യേകത, എന്താണ് പ്രത്യേകതകൾ? നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, ഒന്നുകൂടെ സോർട്ട് ചെയ്ത് പറയാം. എന്താണ് പ്രത്യേകത? റൂമി 1ന്റെ പ്രത്യേകത എന്താണ്? ഒന്നാമത്തെ പ്രത്യേകത നമ്മൾ പഠിച്ചതാണ് ഹൈബ്രിഡ് റോക്കറ്റ് ആണ്, അല്ലെ? ഹൈബ്രിഡ് റോക്കറ്റ് എഞ്ചിൻ ആണ് റൂമി 1 എന്ന് പറയുന്നത്. അതായത് റൂമി 1 എന്ന് പറയുന്നത് ഒരു ഹൈബ്രിഡ് റോക്കറ്റ് എഞ്ചിൻ ആണ്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? അതിന്റെ കാര്യക്ഷമത കൂട്ടാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. കാര്യക്ഷമത കൂട്ടാനും പ്രവർത്തന ചെലവ് കുറയ്ക്കാനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു എഞ്ചിനെ വികസിപ്പിച്ചത്. ഇത് എങ്ങനെയാ കുറയ്ക്കുന്നത്? ദ്രാവക പ്രൊപ്പലന്റുകളുടെ സംയോജനം വഴിയാണ് ഈ പ്രവർത്തന ചെലവ് ഇത് കുറയ്ക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രത്യേകത നമ്മൾ പറഞ്ഞാണ് ലോഞ്ച് ആംഗിളിന്റെ കാര്യം. അതായത് 0 ഡിഗ്രി മുതൽ 120 ഡിഗ്രി വരെയുള്ള കൃത്യമായ ക്രമീകരണങ്ങൾ അതിന്റെ പാതയെ സൂക്ഷ്മമായി നിയന്ത്രണം അനുവദിക്കുന്നു. അതായത് അതിന്റെ പാതയെ കറക്റ്റ് ആയിട്ട് നിരീക്ഷിക്കാൻ നമ്മൾ പറഞ്ഞു, അന്തരീക്ഷത്തെ എന്താണ് അതിന്റെ ഓരോ കാര്യങ്ങൾ, അന്തരീക്ഷ അവസ്ഥകളെ പറ്റിയൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇതിനെ വിട്ടേക്കുന്നത്, അല്ലെ? അപ്പൊ ഈ 0 ഡിഗ്രി തൊട്ട് 120 ഡിഗ്രി വരെയുള്ള എന്താണ് നമ്മുടെ അന്തരീക്ഷത്തിലെ ഓരോ പാർട്സിനെയും സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാൻ ആരെ സഹായിക്കും? നമ്മുടെ റൂമി 1 സഹായിക്കും കേട്ടോ. അടുത്ത ഇലക്ട്രിക്കലി ട്രിഗർഡ് പാരച്യൂട്ട് സിസ്റ്റം. എന്താണ് ഇലക്ട്രിക്കലി ട്രിഗർഡ് പാരച്യൂട്ട് സിസ്റ്റം? ആർക്കുണ്ട്? ഈ പറയുന്ന റൂമി 1നുണ്ട്. ഇലക്ട്രിക്കലി ട്രിഗർഡ് പാരച്യൂട്ട് സിസ്റ്റം ആർക്കുണ്ട്? റൂമി 1നുണ്ട്. എന്താണ് പ്രത്യേകത? നൂതനവും ചിലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹാർദ്ദവുമായിട്ടുള്ള എന്താണ് സംവിധാനം, ഇറക്ക സംവിധാനം റോക്കറ്റ് ഘടകങ്ങളുടെ സുരക്ഷിതമായ വീണ്ടെടുക്കൽ ഉറപ്പാക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഇത് പുനരുപയോഗിക്കാവുന്ന സാറ്റലൈറ്റ് ആണ്, അല്ലെ? പുനരുപയോഗിക്കാവുന്ന റോക്കറ്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത് വിക്ഷേപിച്ച് കഴിഞ്ഞ് ഇത് തിരിച്ചു വരുമ്പോൾ ഇതിന്റെ പാർട്സ് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ്, അങ്ങനെ സുരക്ഷിതമായിട്ട് അതിനെ ഇറക്കാനുള്ള സംവിധാനങ്ങൾ, ഘടകങ്ങൾ ആർക്കുണ്ട്? ഈ പറയുന്ന റൂമി 1നുണ്ട്. ഓക്കെ, അതാണ് ഇലക്ട്രിക്കലി ട്രിഗർഡ് പാരച്യൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അതിനെ സുരക്ഷിതമായിട്ട് തിരിച്ച് ലാൻഡ് ചെയ്യിക്കും. അപ്പൊ നമുക്ക് അത് വീണ്ടും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി പരിസ്ഥിതി സൗഹൃദം എന്താണ്? സുരക്ഷിതമായ വീണ്ടെടുക്കലിനായി കാർബൺ ഡൈ ഓക്സൈഡ് ട്രിഗർഡ് പാരച്യൂട്ട് സിസ്റ്റം ആണ് റോക്കറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡ് ട്രിഗർഡ് പാരച്യൂട്ട് സിസ്റ്റം ആണ് നമ്മുടെ പരിസ്ഥിതി സൗഹാർദ്ദത്തിന്റെ ഫലമായിട്ട് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്ത് പടക്കങ്ങളോ എന്ന് വെച്ചാൽ പൊട്ടിത്തെറിക്കുന്ന, അതായത് സ്ഫോടക സ്വഭാവമുള്ള സംഭവങ്ങളോ, ഈ TNT എന്നൊക്കെ പറഞ്ഞാൽ നല്ല സ്ഫോടന സാധ്യതയുള്ളതാണ്. അപ്പൊ ഈ TNTയോ എന്താണ് സ്ഫോടന സാധ്യതയുള്ള കാര്യങ്ങളൊന്നും ഏതിലില്ല? ഈ പറയുന്ന നമ്മുടെ റൂമി 1നകത്തില്ല. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ നമുക്ക് പറയാം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു സംശയം വന്നു കാണും, ഒരു റോക്കറ്റിനകത്ത് സ്ഫോടന സാധ്യതയുള്ള സാധനങ്ങൾ ഇല്ലെങ്കിൽ ഇത് എങ്ങനെ വിക്ഷേപിക്കും, അല്ലെ? വിക്ഷേപിക്കണം നമുക്കറിയാം, അതിന്റെ താഴെ കൂടെ എന്താണ് ഇന്ധനം ജ്വലിച്ച് കത്തിയാണ് പോകുന്നത്. അപ്പൊ എന്തായാലും സ്ഫോടന സാധ്യതയുള്ളത് ഒരു റോക്കറ്റിൽ വരേണ്ടതാണ്, അല്ലെ? പക്ഷെ ഇത് എങ്ങനെയാണ് അതില്ലാതെ പ്രവർത്തിച്ചത് എന്ന് ഞാൻ അവസാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതൊന്ന് നോക്കിയിട്ട് അത് പഠിക്കാം. ഓക്കെ, എന്തൊക്കെയാണ് ഗുണങ്ങൾ? ഇനി നമ്മൾ ഈ പറയുന്ന റൂമി 1നെ വിക്ഷേപിച്ചു, എങ്ങനെ വിക്ഷേപിച്ചു, എന്തൊക്കെ പ്രത്യേകതയുണ്ട് എല്ലാം പറഞ്ഞു. ഇനി ഇത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? എന്താണ് ഗുണം? ചെലവ് ലാഭിക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞില്ലേ പുനരുപയോഗിക്കാവുന്നതാണ്, അപ്പൊ തന്നെ ചെലവ് കുറഞ്ഞു. പിന്നെ ഇങ്ങനത്തെ റൂമി 1 എന്താണ് ഒരു ഹൈബ്രിഡ് എഞ്ചിനാണ്. അപ്പൊ അങ്ങനത്തെ ഒരു എഞ്ചിൻ ഉപയോഗിക്കുമ്പോഴും എന്താണ് ചെലവ് കുറഞ്ഞു. അപ്പൊ ഓരോ വിക്ഷേപണത്തിനും ഒരു പുതിയ റോക്കറ്റ് നിർമ്മിക്കുന്നതിനേക്കാൾ 65% വരെ ചെലവ് കുറവാണ് ഇങ്ങനെ പുനരുപയോഗിക്കാവുന്ന ഒരെണ്ണം വിക്ഷേപിക്കുമ്പോൾ, അല്ലേ? അടുത്ത എന്താണ്, ബഹിരാകാശ അവശിഷ്ടങ്ങൾ കുറയ്ക്കാനും പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത് ഒരു റോക്കറ്റ് വിടുന്നു, അത് ബഹിരാകാശത്ത് പോകുന്നു, ആവശ്യം കഴിയുമ്പോൾ അവിടെ അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ കാണും. പക്ഷെ ഇവിടെ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? പുനരുപയോഗിക്കാവുന്ന എന്നാകുമ്പോഴത്തേക്ക് ഈ പോയ സാധനങ്ങളെല്ലാം തിരിച്ച്
നമ്മൾ തന്നെ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തെടുക്കും. വീണ്ടും എന്താണ് അത് യോജിപ്പിച്ച് വീണ്ടും എന്തുണ്ടാക്കും, അടുത്ത റോക്കറ്റ് ഉണ്ടാക്കും അല്ലേ. അപ്പൊ എന്താണ് ഇങ്ങനെ ബഹിരാകാശ അവശിഷ്ടങ്ങൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഉപേക്ഷിക്കപ്പെട്ട റോക്കറ്റ് ഘടകങ്ങൾ കുറയ്ക്കുന്നതിലൂടെ നമുക്ക് ബഹിരാകാശ അവശിഷ്ടങ്ങൾ കുറയ്ക്കാൻ പറ്റും. അതായത് ബഹിരാകാശ മാലിന്യം കുറയ്ക്കാനായിട്ട് സാധിക്കും. അടുത്ത എന്താണ് വർദ്ധിച്ച വിക്ഷേപണ ആവൃത്തി എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ടേണർ ഓൺ സമയം കൊണ്ടിട്ടാണ് ഈ ഒരു റോക്കറ്റ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് ഓക്സിഡൈസറുകൾ. ഇതാണ് നിങ്ങൾക്ക് വന്ന ഡൗട്ട്. എങ്ങനെയാണ് സ്ഫോടന സാധ്യതയില്ലാതെ ഈ ഒരു റോക്കറ്റ് പ്രവർത്തിക്കുന്നത്? എങ്ങനെയാണ്? ഓക്സിഡൈസറുകൾ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ എന്താണ് ഓക്സിഡൈസറുകൾ എന്ന് പറയുന്നത്? ഖരപദാർത്ഥങ്ങൾ, ദ്രാവകങ്ങൾ അല്ലെങ്കിൽ എന്താണ് വാതകങ്ങൾ എന്നിവയാണ് എന്തെന്ന് പറയുന്നത് ഓക്സിഡൈസറുകൾ. ഇതെല്ലാം കൂടെ ചേർന്നൊരു സംഭവമാണ്. ഇവയെല്ലാം എന്തായിരിക്കും? ഓർഗാനിക് വസ്തുക്കളുമായിരിക്കും. ഖരപദാർത്ഥങ്ങളാവാം, ദ്രാവകങ്ങളാവാം, വാതകങ്ങളാവാം. ഇതെല്ലാം എന്താണ്? ഓർഗാനിക് വസ്തുക്കളായിരിക്കും. അല്ലെങ്കിൽ എനർജി ഇൻപുട്ട് ഇല്ലാത്ത ഏജന്റുമാരായിട്ടും ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഓക്സിഡൈസറുകൾ എന്ന് പറഞ്ഞാൽ കടുത്ത തീപിടുത്തമാണ്. ഓക്സിഡൈസറുകൾ എന്ന് പറഞ്ഞാൽ കടുത്ത തീപിടുത്തം ഉണ്ടാക്കുന്നവയാണ്. പക്ഷെ അത് ജ്വലിക്കത്തില്ല, ജ്വലനമില്ല. പക്ഷെ എന്താണ്? തീപിടുത്തമാണ്. പക്ഷെ അവയ്ക്ക് ജ്വലനം തീവ്രമാക്കാനും രാസവസ്തുക്കളുടെ ജ്വലന പരിധി വർദ്ധിപ്പിക്കാനും സാധിക്കും. അതിനാൽ അവ കൂടുതൽ എളുപ്പത്തിൽ ജ്വലിക്കുകയും ചെയ്യും. അപ്പൊ വലുതായിട്ട് എന്താണ്? ഈ സ്ഫോടന സാധ്യത അവിടെ വരുന്നില്ല. ഇവിടെ പരിസ്ഥിതിക്ക് മാലിന്യം ഉണ്ടാവുന്നില്ല. അവിടെ എന്താണ്? ജ്വലനമില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ എന്താണ്? നമ്മുടെ പരിസ്ഥിതിക്ക് ദോഷമാവുന്നില്ല. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് ഈ ഒരു ചെറിയ ടോപ്പിക് ആണെങ്കിലും ഈ ഒരു ചെറിയ ടോപ്പിക്ക് നല്ല രീതിയിൽ പഠിക്കുക. ഡിഗ്രി ലെവലുള്ളവർ പ്രത്യേകം ഇങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ പഠിക്കണം. LDCക്കൊന്നും അത്രയും ഹൈ ലെവലിൽ വരില്ല, എന്നാലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെ വരും. അപ്പൊ എന്താണ്? നല്ല രീതിയിൽ ഒന്ന് പഠിക്കുക. ഈ ഒരു ചെറിയ ടോപ്പിക് ആണെങ്കിലും ഒന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളൊരു ചെറിയ ടോപ്പിക് ആണ് പഠിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക? അതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഒരു മാക്സ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇത് ഉണ്ടാക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ടോപ്പിക്ക് നല്ല രീതിയിൽ പക്കയായിട്ട് വരും. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.